ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ അതെ ഞങ്ങളിത് വഴിയിലാണ്, കടയിൽ പോയാണ് സാധനം മേടിക്കാനായിട്ട്. അപ്പം ഇന്ന് ശരണ്യ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ശരണ്യ ചെയ്യുന്നത്? കറിയും അയിലക്കറിയും പിന്നെ നമ്മുടെ കോവക്കായും ആണോ? പിന്നെന്താ ഉണക്കമീൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഉണക്കമീൻ വറുത്ത് ഉണ്ട്. അപ്പം അത്രമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പാചകമല്ലേ. ഇന്ന് ശരണ്യയുടെ അടുത്തൊരു പാചകത്തിലേക്ക് പോയേക്കാം. ശരണ്യ ഇന്നെന്താണ് എന്നാ പറഞ്ഞത്? മറന്നുപോയി. ഒന്ന് കാണിച്ചു കൊടുത്തേ നമ്മുടെ കൂട്ടുകാരെ. ഒന്ന് എടുത്ത് കാണിച്ചു. ഇത് ഉണക്ക കൊഴുവായാണ് കൂട്ടുകാരെ. ഇന്ന് അല്ല പച്ചമീനുണ്ടല്ലോ. അയിലയുടെ ഒക്കെ നമ്മൾ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതെ, ഉണക്ക കൊഴുവായല്ലേ. ഉണക്ക കൊഴുവ എന്നാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ശരണ്യ നമ്മുടെ അച്ചുക്കുട്ടിയൊക്കെ നല്ല വലിയ കൊച്ചയ്യ പോലെ സാരിയെല്ലാം ഉടുത്ത് കൂട്ടുകാരെ, നമുക്ക് ആ വീഡിയോ കണ്ടാലോ? അതെ അതെ, നമ്മുടെ അച്ചുക്കുട്ടിയുടെ കൂട്ടുകാരിന്റെ സാരിയെല്ലാം ഉടുത്ത് നല്ല സുന്ദരിയായി രണ്ടുപേരും നിൽക്കുന്നു. അതെ അതെ അതെ, നേരാണ്. ഇന്ന് സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടല്ലേ? എന്താണ് പ്രോഗ്രാം? അച്ചുക്കുട്ടിയുടെ കൂട്ടുകാരിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊടു. ഒന്ന് പറ, പേര് പറഞ്ഞേ. അതെ, ഇവര് രണ്ടുപേരും അല്ലേ ചങ്സ് ആണ് അല്ലേ, അങ്ങനെ തന്നെ പറയാം. നീ എപ്പോ തൊട്ട് സാരി ഉടുക്കാൻ തുടങ്ങിയതാണ്? 6:30 തൊട്ട് ഉടുക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ മണി 9 മണിയായി. ഇത് സ്കൂളിൽ ബെല്ലടിച്ചെന്നാലും ചെല്ലുവാ ആണല്ലേ? എന്നാ വേഗം വിട്ടോ സ്കൂളില്. ശരി ശരി ശരി. രണ്ടുപേരും കൂടി പോകുമ്പോ ഏതാണ്ട് വലിയ പിള്ളേരായല്ലേ. ഇത് ടീച്ചർമാര് മാറിപ്പോകുമല്ല. ടീച്ചർമാര് പോലും അതെ 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 അതെ. അപ്പൊ പോയിട്ട് വാ. ഇനി അതിനായിട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. ഇനി ഇതൊന്ന് പെരട്ടിയെടുക്കണം അല്ലേ. ശരണ്യ ഉപ്പൊക്കെ ഇട്ടല്ലേ? പിന്നെ ഈ കുഞ്ഞു പൊടിമീനായോണ്ട് നന്നായിട്ട് കഴുകി എടുത്താൽ മതി അല്ലേ? കഴുകി തലയൊന്നും കളയണ്ട കേട്ടോ. ഇത് പൊടി ഉണക്കച്ചെമ്മീൻ. ഉണക്കച്ചെമ്മീൻ വെളുത്ത മീന പൊടിക്കൊഴുവ. പിടിക്കട്ടെ. അയില വെട്ടാൻ പോവാം. ശരി ശരി. അയില വെട്ടണ മീൻ വെട്ടണ വീഡിയോ ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കാണിക്കുന്നു. അതെ, അമ്മയാണെങ്കിൽ ഇരുന്ന് ഉള്ളി ഉള്ളിക്കറി വെക്കാൻ പോണല്ലേ. അപ്പൊ ശരണ്യ അവിടെ പൊടിമീൻ ചെയ്യുന്നു, അമ്മ ഉള്ളിക്കറിക്കുള്ള ഉള്ളിത്തീയൽ വെക്കാൻ പൊളിച്ചു വെച്ചെന്നാ ബാക്കി ശരണ്യ ചെയ്തോളൂ. അതെ അതെ, ശരണ്യ വെച്ചോളൂ. ഞാൻ ഉള്ളി പൊളിച്ച് അരിഞ്ഞൊക്കെ കൊടുക്കാം. ശരണ്യ എവിടം വരെ നമ്മുടെ കറി? അയില അടിപൊളിയാക്കിയല്ല, സൂപ്പറാക്കി കേട്ടോ, അടിപൊളിയായിട്ട്. അപ്പൊ നമ്മുടെ കറി അയിലക്കറി അല്ലല്ലോ, അയിലക്കറി എപ്പോഴും നമ്മുടെ ഇന്ന് ഉള്ളിക്കറിയും പൊടിക്കൊഴുവായും പിന്നെ കോവക്കായ അല്ലേ. ശരി ശരി. ശരണ്യ, ഇന്നലെ ഞങ്ങള് സെയില് പോയ വഴി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കണ്ടായിരുന്നു. അവിടെ വെച്ച് പള്ളിപ്പുറത്ത് വെച്ച് നമുക്ക് ശരണ്യനെ നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളിത് പള്ളിപ്പുറത്ത് ഒരു കടയിൽ സാധനം വെക്കാൻ വന്നതാണ് നമ്മുടെ മുരളിച്ചേട്ടന്. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടുമുട്ടി. ഒന്ന് പേര് പറഞ്ഞു കൊടുത്തേ. അതെ ചേച്ചി. അതെ ചേച്ചി എന്നും കമന്റ് ഒക്കെ ഇടുവായിരുന്നു, പള്ളിപ്പുറത്തുള്ളതാണെന്നൊക്കെ പറഞ്ഞ്. ഒന്ന് കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞൊക്കെ പല പ്രാവശ്യം കമന്റ് ഇട്ടിട്ടുണ്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതെ അതെ അതെ, ഞങ്ങൾ ഈ കട ആഴ്ച ഒന്ന് സെയില്
വരുന്നതാണ്. നമ്മുടെ ഐറ്റാണ് ഇവിടെ ചേട്ടൻ എടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഇവിടെ കണ്ടുമുട്ടിയത് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു ഏറ്റവും നല്ലൊരു മെമ്പറാണ്. അതെ അതെ അതെ. അപ്പൊ നമ്മുടെ ചേച്ചീനെയൊക്കെ പരിചയപ്പെട്ടതല്ല നമ്മുടെ പള്ളിപ്പുറത്ത്. അപ്പൊ ഇനി മീനിടിയാണ്, അതിനാണല്ലേ ഇത് വെച്ചിരിക്കുന്നത്. അച്ഛൻ വന്നാലേ നമുക്കിനി പുള്ളിക്കറി വെക്കാൻ പറ്റത്തുള്ളൂ. ആ പുളിയല്ലേ. പുളി വേണം. അച്ഛന്റെ അവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വാദിക്ക് ആ കാണ അതെ വട്ടിയും കുരക്കണുണ്ട്. അവർ കാണ വെട്ടണ അവരുമായിട്ട് വർത്താനം പറയാനുണ്ട്. ആ എന്നാ അച്ഛൻ വരട്ടെ. ആ നേരത്ത് ഇത് അടപ്പേ വെക്കട്ടെ. ആ ഞാൻ ഫ്രിഡ്ജിന്റെ അകത്തുണ്ടായിരുന്നതാ. ആ അച്ഛൻ പുറത്തോട്ട് പോയപ്പോ പുളി മേടിപ്പിച്ചതാണല്ലേ. ആണല്ലേ. 20 രൂപയോ? അത് നല്ല പുളിയാണ് കേട്ടാ. ശരണ്യ ഇതെന്താ പുറത്തിറങ്ങിയിരുന്ന അരിയെന്ന്? മീൻകറി അടുപ്പ വെച്ചു. ആ നേരത്ത് കോവയ്ക്കായിരുന്നു അറിയാവുന്ന ഓർത്തു. പുറത്തിരുന്ന് അറിയാന്നോ? ആ മഴ വന്നപ്പോ ശരണ്യ അതും പറഞ്ഞു. മഴ വന്നപ്പോ മഴയാന്ന് പറഞ്ഞു. രാവിലെ തണുപ്പുണ്ട് കൂട്ടുകാരെ. അച്ഛൻ്റെ അവിടെ ഇരുന്ന് ആരോ ഫോൺ ചെയ്തോണ്ടിരിക്കും. അച്ഛൻ ആരാന്റെ വിളിച്ചോണ്ടിരിക്കും. അപ്പൊ ഇനി കോവക്ക അരിഞ്ഞ് എടുക്കണം അല്ലേ? ആ മറ്റേ സാധനത്തേട്ട ഒരച്ചാ മതിയായി. നമ്മളെ അങ്ങനെ ചെയ്യുമ്പോ കരിഞ്ഞു പോകും, കനം കുറവ്. നമ്മുടെ കയ്യിൽ നമുക്ക് കറക്റ്റ് അളവ് നോക്കി നമുക്ക് അരിയാം. ആ ശരി ശരി. അങ്ങനെ നമ്മുടെ സീതപ്പഴത്തിൻ്റെ മരത്തെ കുറേ കോവക്കായുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് തന്നെ നമുക്ക് കറി വെച്ചേക്കാമെന്ന് ഓർത്ത്. ഇഷ്ടംപോലെ സീതപ്പഴവും ഉണ്ടായിട്ടുണ്ട് കേട്ടാ. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര് പറയണമെന്ന് അറിയാൻ മേല. ഇവിടെ സീതപ്പഴം എന്നൊക്കെയാണ് ശരണ്യ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരണ്യ എവിടം വരെ ഇത്തേച്ച് ഓടിക്കളയാണോ? ഉള്ളിക്കറിക്കാണല്ലേ? അടിപൊളി. വേഗണം. ആ അതെ അതെ. നമ്മുടെ മമ്മ തന്ന അടുത്ത പാത്രം ഉദ്ഘാടനം ചെയ്തു. പാത്രം കാണുമ്പോഴൊക്കെ നമ്മൾ മമ്മേനെ ഓർമ്മ വരുന്നു. അല്ലേലും നമ്മുടെ മനസ്സിലുണ്ട്. ആ ഉപ്പിട്ട് ഇനി ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളിക്കറിയാണ് അപ്പൊ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോവക്കരിഞ്ഞ കാണിച്ചില്ല നമ്മുടെ കൂട്ടുകാരെ. ആ അതെ 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 അതെ. ആ ശരി ശരി. നമ്മുടെ അമ്മയാണെങ്കിൽ അമ്മ എന്നാ അടിക്കാണ്? ഞാൻ കഞ്ഞി വെന്ത് അടച്ചിട്ട് ആ ഇനി അയിലക്കറി അടുപ്പയിരുന്ന് തിളച്ചണ്ട്. അമ്മ അടപ്പയിലുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കും. തേങ്ങ ചെണ്ടി കൊടുക്കണം. ആ അതാണ് തേങ്ങ കൈയിരിക്കുന്നത്. കയ്യിരിക്കണത് ചെണ്ടി കൊടുക്കണം. ആ കണ്ട അമ്മയുടെ മീൻകറി കണ്ട. മീൻകറിയുടെ അടപ്പയിലിരുന്ന് തിളച്ചണ്ടിരിക്കുന്നു. ശരണ്യ ഇതെന്തിനാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്? ഇപ്പൊ രണ്ടടപ്പയിലും ആയല്ല. കോവക്കായ? ആഹാ കോവക്കായടിയാണ്. അച്ഛനവിടെ ഫോൺ വന്നിട്ടുണ്ട്. ആ അച്ഛാ ആ ഫോൺ എടുക്ക്. ആ അവിടെ ബെല്ലടി കേട്ടു. ഞാൻ കേട്ടു. ആ അപ്പൊ അവിടെ ഉള്ളിക്കറി വേകുന്ന നേരത്ത് ഇവിടെ കോവക്ക വെച്ചു. ഇതൊന്ന് മൂടി വെച്ച് വേകട്ടെ അല്ലേ? ശരണ്യ എന്താണ് മീൻ മറക്കാൻ പോയാണ്? ആ എനിക്ക് തോന്നി, അതാണ് ഞാൻ ഓടിയെത്തിയത്. ആ ഓടിക്കോ. ഓ ഞാൻ കണ്ട ക്യാമറയുമായിട്ട് പച്ച തന്നെ നിന്നു. ഇല്ല ഇത് കണ്ട കൂട്ടുകാരെ, ഞാൻ തൊട്ട് പച്ചയാണ് നിൽക്കുന്നത്. ശരണ്യ ഇനി എന്നാണ് ഒന്ന് പറഞ്ഞു കൊടു കൂട്ടുകാരോട്. ഉണക്ക ചെമ്മീനല്ല കൊഴുവ, ഉണക്ക കൊഴുവ. അപ്പൊ അങ്ങനെ അത് ഇട്ട് വറക്കിയാണ്. അപ്പൊ ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ അല്ലേ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒരാത്ത എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഇതൊന്ന് മൂക്കട്ടെ അല്ലേ? ആ
നമ്മുടെ അമ്മയാണെങ്കിൽ ആ നേരത്ത് അമ്മ എന്തോ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. തേങ്ങ ചിരണ്ടണ് ആ അതെ, ഉള്ളി തീയല് വെക്കാൻ. ഇനി വറുക്കണം, തേങ്ങ വറുത്തരക്കണം. ആ കണ്ടാ തേങ്ങ ചിരണ്ടി കൊണ്ടിരിക്കുകയാണ്. അല്ല ശരണ്യ തന്നെ അടിക്കുന്ന നേരത്ത് അത് മാറ്റിയാ. ആ നേരത്ത് ഇവിടെ കോവക്ക പിന്നെയും ചെയ്തോണ്ടിരിക്കുകയാണ്. ആ ഇതവിടെ കിടന്ന് മൂക്കട്ടെ അല്ലേ, അതൊന്ന് മൂത്ത് വരട്ടെ. ഉള്ളി വെന്താ? ആഹാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇന്ന് ധൃതി പണിയിലാണ്, അമ്മയും മകളും ധൃതി പണിയിലാണ്. അപ്പൊ ഇത് റെഡി ആകട്ടെ കേട്ടാ. ധന്യ എവിടം വരെ? ഉള്ളിക്കറി വെക്കുകയാണല്ലേ. ഇന്ന് നമ്മുടെ അച്ഛന്റെ പിറന്നാളായിരുന്നല്ല, അപ്പൊ നമ്മള് ആഘോഷങ്ങളൊന്നും ഇല്ല. അച്ഛന്റെ 60ാം പിറന്നാളാണ് നമ്മൾ ആഘോഷിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു പിറന്നാളും ആഘോഷിക്കുന്നില്ല. എന്നാൽ നമ്മൾ ആ സ്റ്റാറ്റസ് ഇട്ടായിരുന്നല്ല, അപ്പൊ ആ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടിട്ട് ഒത്തിരി പേര് അച്ഛന് ആശംസകളൊക്കെ അറിയിച്ചു. 70ാം പിറന്നാളാണ് ആഘോഷിക്കുന്നത് അല്ലേ, ആഘോഷിച്ചു. പക്ഷെ അമ്മയുടെ വീഡിയോക്കകത്ത് വന്നല്ലോ, അച്ഛന്റെ വന്നിട്ടില്ലല്ലേ. ആഹാ. അപ്പൊ അത് കാരണം ഇന്ന് അത് ചെറിയ രീതിയിലാണ് നമ്മൾ അല്ലേ. കേക്ക് ഒന്നുമില്ല, അച്ഛനൊരു പായസം വെച്ച് കൊടുക്കും അല്ലേ, അത്ര പേര്. അപ്പൊ ഇതെന്താണ് പറഞ്ഞില്ല കൂട്ടുകാരോട്? ആ ഉള്ളിക്കറി അല്ലേ, ഉള്ളിത്തീയലാണ് വെക്കണം. അങ്ങനെ പുളി ഇല്ല ഇല്ല എനിക്ക് പുളി എന്ന് പറയുമ്പോ എല്ലാവർക്കും വായിന്ന് വെള്ളം വരും. അതെ അതെ, എന്താണ്? അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് ഒന്ന് നമ്മുടെ മീൻ വറുത്തത് കാണിച്ചില്ലല്ലോ. അയ്യോ ഞാനില്ല. അപ്പൊ നമ്മുടെ അതെ ഉള്ളിക്കറി ഒന്നുകൂടി ഇളക്കി കാണിച്ചു തരാൻ കൂട്ടുകാരെ. അതെ എണ്ണ തെളിയണം അല്ലേ, അപ്പൊ റെഡി ആയിട്ടില്ല. അപ്പൊ റെഡി ആയിട്ടില്ല. ആ ശരി. അല്ല നമ്മുടെ കൂട്ടുകാരെ വറുത്തത് കാണിച്ചില്ല. നമ്മുടെ മീൻകറി അല്ലേ, അടിപൊളി മീൻകറിയാണ്. വറുത്തത് കൂടി കാണിച്ചുകൂടെ, വറുത്തത് കാണിച്ച്. ആഹാ, നല്ല അടിപൊളി മെഴുക്ക് പുരട്ടിയാണല്ല, സൂപ്പർ. ആ പിന്നെ അതൊന്ന് പൊക്കിയെടുത്ത് അവിടെ നിന്ന്. ഇത് മീൻ വറുത്തത്. ആഹാ, നല്ല മീൻ വറുത്തത്. അപ്പൊ ഇന്ന് അടിപൊളിയാണ് കേട്ടോ. ഇന്ന് എല്ലാത്തരം കറികളുണ്ട്. ഉള്ളിക്കറി, മീൻ വറുത്തത്, കോവക്കായ, പിന്നെ മീൻകറി. 3-4 തരം അടിപൊളി. അപ്പൊ അതുകൂടി കറി വെച്ചെടുക്ക. ശരി. ശരണ്യ ഇതെന്നടിക്കാണ്, എത്തി വലിയണോ? എന്റേത് ഇവള് പഞ്ചസാരയൊക്കെ കുറച്ച് ചേർത്താൽ മതി, ഷുഗർ ഉണ്ടാവും. ഓ അതിപ്പോൾ അടപ്പ് തെറിച്ച് മുഖത്ത് വന്ന് അടിച്ചേനെ. ആ നമ്മുടെ ഇത് തിളച്ചണ്ടിരിക്കുകയാണല്ലേ. ആ ഇതിൽ മധുരം ചേർത്തുന്നതിന് കുഴപ്പമൊന്നും ഇല്ല ശരണ്യ. ആണോ? അപ്പൊ നമ്മുടെ ഉള്ളിക്കറി ഏകദേശം റെഡിയായല്ലേ. അപ്പൊ കൂട്ടുകാരെ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നതൊന്നും കാണിക്കുന്നില്ല. ഇനി കുളിച്ചൊന്ന് സുന്ദരി കുട്ടിയായിട്ട് വേണം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനല്ലേ. അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം തന്നെ. അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് കൂട്ടാക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.